ഐറ്റംസ് ആണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മെല്ല് പറയാതിരിക്കാൻ പറ്റില്ല. അത്ര കാലം അടിപൊളി ചെയ്യാൻ നിങ്ങൾക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ മടിയാണ്. ഞാൻ അതിന്റെ സാമ്പിൾ പാക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിന്റെ വേറൊരു ഇതിന് മുന്നേ ഞാൻ വേറെ ഫാർമസിന്ന് വാങ്ങിച്ചിട്ടുള്ള തോന്നുന്നു. ലിപ്പിന്റെ ഡാർക്ക് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഷംന ഇമ്രാൻ. അപ്പൊ കുറെ ആയില്ലേ നമ്മൾ ഈ ലോങ് വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഷോർട്സ് ഒക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ ലോങ് വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു എന്താ പറയാ, ഒരു ബിഗിനർ ഫ്രണ്ട്ലി സ്കിൻ കെയർ ഐറ്റംസും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഐറ്റംസ് ഒക്കെയാണ് ഈ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കണം നല്ലതായിരിക്കും. എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ആണ് കേട്ടോ. കാരണം എൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്. ചില ഭാഗത്ത് ഒരു നോർമൽ സ്കിന്ന് പോലെ തോന്നാറുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ എനിക്ക് കുറച്ചൊരു ഓയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വെറ്റ് ചെയ്യാറുണ്ട്. ഈ ടീസോളിൽ ഇങ്ങനെ സ്വെറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ഒന്നും വേണ്ട, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇവിടെ ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ അതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. എനിക്ക് ബാക്കിയുള്ള ഏരിയയിലൊന്നും പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. അതിന് സ്യൂട്ട് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ അറിവുണ്ടായിട്ടൊന്നല്ല ഞങ്ങളുടെ അടുത്തത് പറയുന്നത്. എന്നാൽ എന്താ പറയുക, ഞാനൊരു ഡെർമറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റോ അങ്ങനെ ആരുമല്ല. ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫേസ് വാഷിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് മമ്മാർത്തിന്റെ ഷിയ ഫേസ് വാഷ് ആണ്. ഞാൻ സിമ്പിളുടെ ഫേസ് വാഷ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഓക്കെ ആണ്. പക്ഷെ സിമ്പിളുടെ ഫേസ് വാഷ് നല്ല അടിപൊളി ഫേസ് വാഷ് ആണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് അത് റിവ്യൂ ചെയ്യാൻ പിന്നെ കയ്യിൽ അതില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ഞാനത് വാങ്ങിച്ചു പോയി. പക്ഷെ ഇതങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടോണറാണ് കേട്ടോ. ഇത് പ്ലമ്മിന്റെ ടോണറാണ്. റോസ് വാട്ടർ ടോണറാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ടോണർ നമുക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ കുക്കുംബർ ടോണറോ അല്ലെങ്കിൽ വേറെ പല ടോണേഴ്സും ഉണ്ട്. ഏത് ടോണർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ മോയ്സ്ചറൈസറിന്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വാസിലൈന്റെ ഗ്ലൂട്ടാഹയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആട്ടോ. അടിപൊളി മോയ്സ്ചറൈസർ ആണ് ഗൈസ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇതിന്റെ ഇപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞു തുടങ്ങി. ഇത് ഇവിടെ ഒന്നുമില്ല, ഇവിടെ മാത്രം കുറച്ചുള്ളൂ. അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് നമുക്ക് മോയ്സ്ചറൈസർ പ്ലസ് ലോഷൻ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇവരിതിൽ പറയുന്നത് ബ്രൈറ്റനിങ് ആവുന്നൊക്കെയാണ് പറയുന്നത്. ഗ്ലൂട്ടാഗ്ലോ, ഹൈലറോണിക്, നിയാസിനമൈഡ് ഒക്കെ ഉണ്ട് ഇതിലും. അപ്പൊ ഇത് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ ബ്രൈറ്റനിങ് അല്ല. ബട്ട് എനിക്ക് എന്തോ ഇതിലൊരു സ്പെഷ്യൽ ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇതിന്റെ. അത് പറയാതിരിക്കാൻ പറ്റും. നമ്മൾ കുറച്ചെടുത്തിട്ടൊന്ന് ജസ്റ്റ് കുറച്ച് നമ്മൾ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് സ്മെല്ല് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇത് കൂടാതെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ പോൺസിന്റേതാണ് കേട്ടോ. അതിൻ്റെത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ വേറെ വാങ്ങിക്കാൻ വേണ്ടി നിന്നില്ല. കാരണം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇനി നമുക്ക് മോയ്സ്ചറൈസർ കഴിഞ്ഞു. അതിന് മുന്നേ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. സിറം കാണിച്ചിട്ടില്ല. നമ്മള് മോയ്സ്ചറൈസറിന്റെ മുന്നേ അപ്ലൈ ചെയ്യേണ്ടതാണ് സിറം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ മിനിമലിസ്റ്റിന്റെ സിറാണ് കേട്ടോ.
നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ സിറം യൂസ് ചെയ്ത് തുടങ്ങുന്നവരാണ്, അല്ലെങ്കിൽ ഏത് സിറം യൂസ് ചെയ്യണം അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെവർക്ക് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഈ ഒരു മിനിമലിസ്റ്റിന്റെ വൈറ്റമിൻ സി സിറം ആണ് കേട്ടോ. അത് നമ്മൾ സിറം യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ എപ്പോഴും വൈറ്റമിൻ സി സിറം യൂസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. ഈ സിറം യൂസ് ചെയ്യൽ മുതൽ സ്റ്റാർട്ട് ചെയ്തത് മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു സിറാണ് ഈ ഒരു മിനിമലിസ്റ്റിന്റെ വൈറ്റമിൻ സി സിറം. ഇതിൽ കുറെ ഉണ്ട്, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി മടിയാണ്. ഞാനിപ്പോ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര പതിയെ സ്കിൻ കെയർ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരണേ ഉള്ളൂ. അപ്പൊ സിറം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് മോയ്സ്ചറൈസർ കേട്ടോ. സിറം കഴിഞ്ഞെന്ന് കഴിഞ്ഞാൽ പിന്നെ മോയ്സ്ചറൈസർ. അതിന് ശേഷം നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇപ്പൊ ഭയങ്കര ചൂടാണ്, കാരണം പുറത്തിറങ്ങിയാല് കരിഞ്ഞു പോകും, അത്രയ്ക്ക് ചൂടാ. പിന്നെ അകത്തിരിക്കുമ്പോഴോ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സൺസ്ക്രീൻ ആട്ടോ. ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോട്ടസിന്റെ സൺസ്ക്രീൻ ആയിരുന്നു. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തപ്പിയിട്ട് നല്ലൊരു ബ്രാൻഡ് വേണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇതിന്റെ ഒരു സാമ്പിൾ പാക്കിങ് സ്മിട്ടറിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇതിന്റെ റിവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഇതില് സ്മിട്ടറിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നപ്പോഴുള്ള വീഡിയോ ഞാൻ എന്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റിലൊക്കെ. അപ്പൊ ഞാൻ അതിന്റെ സാമ്പിൾ പാക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ട് ഞാൻ ഇതിന്റെ വേറൊരു ട്യൂബായിട്ടുള്ള ഒരു പാക്കും കൂടി വാങ്ങിച്ച് അതും യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിന് ശേഷം ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ബോട്ടിൽ. ഇത് പമ്പിങ് ആട്ടോ ബോട്ടിൽ വന്നിട്ട് കണ്ട. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഒരു പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. SPF++++ ഉള്ളതില്. അപ്പോ നിങ്ങൾക്ക് സൺസ്ക്രീന് വേണം ഉള്ളവര് വേണം, നിർബന്ധമായിട്ടും വേണം അത്. അപ്പൊ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ദെൻ നമുക്ക് ഇനി ലിപ് കെയർ കിടക്കാം. ലിപ് കെയറിൽ ഞാൻ 2 എണ്ണം യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് SPF പിന്നെ ഒരു നോർമൽ, ഒരു ടിൻഡഡ് ആയിട്ടുള്ളത്. ടിൻഡഡ് ഞാൻ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ യൂസ് ചെയ്യും, ഒരു മോയ്സ്ചറൈസർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള. ഞാനിപ്പോ യൂസ് ചെയ്യണത് സുഡിയോന്റെതാണ്. സുഡിയോന്റെ ഒരു ടിൻഡഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിലൊക്കെ ലിപ്സ്റ്റിക്ക് വേണ്ട, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പോയി വരികയാണെങ്കിൽ ചുണ്ടൊന്നും ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മുന്നേ ഞാൻ വേറെ ഫാർമസിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് തോന്നുന്നുണ്ട് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ടുള്ള ലിപ് ബാം ആണ് ഈ ഒരു ഡീകൺസ്ട്രക്റ്റിന്റെ ലിപ് ബാം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മളുടെ ലിപ്പിലെ ഡാർക്കൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നല്ല പിഗ്മെന്റേഷൻ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് എന്റെ സ്കിൻ കെയറിലുള്ളത്. കുഞ്ഞു സ്കിൻ കെയർ ആണ്. ഇത്രയും ഐറ്റംസ് ആണ് എന്റെ സ്കിൻ കെയറിലുള്ളത്. നിങ്ങൾക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്നാലോ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യണ്ട, നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഉള്ളത് കുറെ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട്. അതിൽ ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇതന്നെ ചൂസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ